ഒന്നാം ഓണം നല്ലോണം, രണ്ടാം ഓണം കണ്ടോണം, മൂന്നാം ഓണം മുക്കിമൂളി. നമസ്കാരം, ഞാൻ അനിരുദ്ധ് ശങ്കർ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിനെ കുറിച്ചാവാം ഇന്നത്തെ സംസാരം. എന്താണ് ഓണം എന്നൊക്കെ നമുക്കറിയാം, അതിൻ്റെ ഉത്ഭവം നമുക്കറിയാം. എന്നാലും അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ ശ്രീ വാമനമൂർത്തി മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നതാണ് ഈ ഓണത്തിൻ്റെ ഉത്ഭവകഥ. അപ്പോൾ അത് ഇനി കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം കളഞ്ഞില്ല. എന്താണ് നമ്മുടെയൊക്കെ ഒരു ഓണം എക്സ്പീരിയൻസ് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പ് ഓണത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒഫീഷ്യലായിട്ടുള്ള 1-2 വാക്കുകൾ സംസാരിക്കാം. എന്താണെന്ന് വെച്ചാൽ, ഓണം നമ്മുടെ കേരളത്തിലെ ഒരു ഒഫീഷ്യൽ ഉത്സവമാണ്. 1961 തൊട്ടാണ് അത് അങ്ങനെ ആ രീതിയിൽ ആചരിച്ചു തുടങ്ങിയത്. അതിന് മുമ്പും നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ഈ 1961 മുതലാണ് ഈ ഓണം ഈ ഒഫീഷ്യൽ ഉത്സവമായിട്ട് കേരളം ആചരിച്ചു തുടങ്ങിയത്. ഓണം എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമാണ്. കർക്കിടക മാസത്തിൻ്റെ പന്നമൊക്കെ കഴിഞ്ഞ് ശ്രാവണ മാസത്തിൻ്റെ ഐശ്വര്യത്തിൽ തുടങ്ങുന്നതാണ് നമ്മുടെ ഈ ഓണം. വിളവെടുപ്പിൻ്റെയൊക്കെ കാലമാണ്. എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ടൈമാണ് നമ്മുടെ ഈ ഓണക്കാലം. അത്തം മുതലാണ് നമ്മൾ ഈ പൂക്കളവും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുന്നത്, ഈ ഓണം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. അത് തിരുവോണത്തിലാണ് അതിൻ്റെ ഒരു പ്രൈമിലെത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബേസിക് ഓണത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ ഒരു പെർസ്പെക്റ്റീവിലാണ്. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഈ ഓണത്തിൻ്റെ ചരിത്രം ഇങ്ങനെ വിവരിച്ച് ഇങ്ങനെ ബോറടിപ്പിക്കല്ല, അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഒരു എക്സ്പീരിയൻസുകൾ, നമ്മുടെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള പഴയ ഓണത്തിൻ്റെ കാര്യങ്ങളും പിന്നെ ഇപ്പോൾ നടക്കുന്ന ഓണത്തിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ്. പണ്ടത്തെ ഓണത്തിനെ പറ്റിയും ഇപ്പോഴത്തെ ഓണത്തിനെ പറ്റി ഒരു ചെറിയ കമ്പാരിസൺ എന്ന് വേണമെങ്കിൽ കൂട്ടാം. അത് കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. പക്ഷേ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നേ എന്നുള്ളൂ. ഈ പണ്ടൊക്കെ ഓണമാകാറാവുമ്പോൾ നമുക്ക് മനസ്സിൽ 2 അവസ്ഥകളുണ്ടാവും. ഒന്ന് പേടി, ഒരു സന്തോഷം. ഈ പേടിക്ക് കാരണം വരാൻ പോകുന്ന ഓണം പരീക്ഷയോർത്തും ഈ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഓർത്തുമായിരിക്കും. പക്ഷെ സന്തോഷമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന 10 ദിവസത്തെ ഓണാഘോഷത്തെക്കുറിച്ചും ആ വെക്കേഷന് മുമ്പ് നടക്കാൻ പോകുന്ന ഓണപ്പരിപാടി, സ്കൂളിൽ നടക്കാൻ പോകുന്ന ഓണപ്പരിപാടികളെ കുറിച്ച് ഓർത്തിട്ടുമായിരിക്കും നമുക്ക് ആ മനസ്സിലൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം ഉണ്ടാവുക. സ്കൂളിൽ ഓണപ്പരിപാടി നടക്കുന്ന ദിവസം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും, മനസ്സിൽ ഭയങ്കര ഉത്സാഹമായിരിക്കും ഈ സ്കൂളിലേക്കൊക്കെ വരാൻ. അല്ലാത്ത ദിവസം മുടക്കെടുത്തിരിക്കുന്ന ആൾക്കാർ അന്ന് എന്തായാലും പ്രസൻ്റ് ആയിരിക്കും. കാരണം അന്ന് എല്ലാവർക്കും കളർ ഡ്രസ്സ് ഇടാം, മുണ്ടിടാൻ പറ്റുന്നവർക്ക് അതിടാം, അല്ലാത്തവർക്ക് പാൻറ് ഇടാം. പക്ഷേ ഷർട്ട്, കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഇടാം. ഈ യൂണിഫോമിൻ്റെ ഇതിൽ നിന്നൊക്കെ മടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സുഖമായിരിക്കും. പിന്നെ രാവിലെ നമ്മൾ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ഓണപ്പൂക്കള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പ്രാരംഭഘട്ടം ഡിസൈനൊക്കെ വരച്ച് പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാവും. അതിൽ ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ട് നടക്കുന്നൊരു പരിപാടിയായിരിക്കും ഇത്. എല്ലാ ക്ലാസ്സുകളും തമ്മിലായിരിക്കും മത്സരം. 1 മണിക്കൂറോളം അതങ്ങോട്ട് നീളും. പിന്നെ വിന്നേഴ്സിനൊക്കെ പ്രഖ്യാപിച്ച് അതങ്ങോട്ട് പോവും. പിന്നീട് ഈ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ആയിട്ടുള്ള അവരുടെ കലാപരിപാടികളുടെ ടൈമായിരിക്കും. ഡാൻസും പാട്ടും ചെണ്ടമേളവും ഈ കസേരക്കളിയൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമായിരിക്കും. കുറേ നേരം അങ്ങനെയും പോവും. പിന്നെ അന്നത്തെ ഒരു പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണസദ്യയാണല്ലോ, വിത്ത് പായസം. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒരു 1-2 മണിക്കൂർ പോവും. അങ്ങനെ ഒരു സമയം 2:30-3 മണിയൊക്കെ ആവും. അപ്പോഴാണ് ഈ ഓണപ്പരിപാടിയുടെ പ്രധാന ഐറ്റം, സദ്യ കഴിഞ്ഞിട്ടുള്ള പ്രധാന ഐറ്റം സെക്കൻഡ് എന്താണെന്ന് വെച്ചാൽ വടംവലി. ഈ വടംവലി എന്ന് പറഞ്ഞാൽ നമുക്കത്ര പരിചിതമായിട്ടുള്ളൊരു പരിപാടിയല്ല. നമ്മൾ ഈ പല ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുന്നല്ലാണ്ട് നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യുമോ, ഇത് ഇങ്ങനെ കളിക്കുന്ന പരിപാടി ഒന്നുമല്ല. അപ്പോൾ അതൊരു ഈ വടംവലി കളിക്കാൻ വേണ്ടി എല്ലാവരെയും ഒന്ന് പ്രേരിപ്പിക്കും. ചുറ്റും ക്രൗഡായിരിക്കും.
ക്ലാസ്സുകൾ ഓരോ ടീമായി തിരിഞ്ഞ് ആ മത്സരം നടക്കും. വീറും വാശിയും കൂടെ ഉള്ള മത്സരമായിരിക്കും അത്. നമ്മൾ പഠിക്കാൻ പോലും ഇത്ര ഉത്സാഹം കാണിക്കാറില്ല. കയ്യും മെയ്യും മറന്ന് എല്ലാവരും പങ്കെടുത്ത് അവസാനം ഒരു ടീം ജയിക്കും. അവർക്കാണെങ്കിൽ 2 വാഴക്കൊലയും കിട്ടും. അപ്പോൾ അതോടുകൂടി മെയിൻ പരിപാടികളൊക്കെ സ്കൂളിലത്തെ പരിപാടികൾ കഴിഞ്ഞു ഓണത്തിൻ്റെ. പിന്നെ അവസാനത്തെ ഒരു കലാശക്കൊട്ടലുണ്ടാവും ഈ പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അപ്പോൾ ഓണത്തിൻ്റെ ഓർമ്മകളൊക്കെ അങ്ങനെയാണ് ഈ സ്കൂൾ കാലത്തെ പഴയ നമ്മുടെ ഓണത്തിൻ്റെ ഓർമ്മകൾ. ഇനി നമ്മുടെ വീട്ടിലെ ഓണം ഓർമ്മകളാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു, പുതിയ ഡ്രസ്സുകൾ ഇടുന്നു, തൃക്കാക്കരപ്പന വയ്ക്കുന്നു, പൂക്കളം ഓൾറെഡി ഉണ്ടാവണമല്ലോ. പിന്നെ തറവാട്ടിലേക്ക് പോകുന്നു, പാരൻസ് ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്ന് വല്ല കൈനീട്ടം കിട്ടുമെങ്കിൽ അതും വാങ്ങും. ഈ വിഷു കൈനീട്ടമൊക്കെ പോലെ കിട്ടുകയാണെങ്കിൽ വാങ്ങും. പിന്നീട് കസിൻസും ഫ്രണ്ട്സും ഒക്കെ ആയി കൂടി നിന്ന് സംസാരിച്ച് കളിച്ച് ഉച്ചവരെ ആയി അന്നത്തെ സദ്യ കഴിക്കുന്നു. ആ സ്കൂളത്തെ പോലെ ആവില്ല, ചിലപ്പോൾ 3 തരം പായസം ഉണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയുറക്കം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ നമ്മുടെ ഓരോ ടീമുകളുടെ കൂടെയൊക്കെ ചേർന്ന് നമ്മൾ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് യാത്രയാവും. ആ ദിവസം കഴിയും. ഈ തിരുവോണ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ദിവസമൊക്കെ തന്നെയാണ്, നല്ല അടിപൊളിയൊക്കെയാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്കും അതിൻ്റെ ആ ശോഭയൊക്കെ അങ്ങോട്ട് വിടും. കാരണം എല്ലാവരും വീടുകളിലൊക്കെ ആവും അവസാനം. ശരിക്കും ഈ ഓണത്തിൻ്റെ ആ ഒരു ആവേശക്കൊടുമുടി എന്ന് പറയുന്നത് നമ്മുടെ ഉത്രാട ദിവസമാണ്. അതുകൊണ്ടാണല്ലോ ഈ ഉത്രാടപ്പാച്ചിൽ എന്ന പേര് പോലും വന്നത്. അന്ന് എല്ലാവരും നല്ല ഓളത്തിൽ നടക്കുന്ന ദിവസവും അടുത്ത ദിവസത്തേക്ക് വേണ്ട പരിപാടികളും കാര്യങ്ങളിലൊക്കെ അറേഞ്ച്മെൻറ്റ്സായി നടക്കുന്ന ദിവസങ്ങളാകും. തൃക്കാക്കരപ്പനെ വെക്കേണ്ട കാര്യങ്ങളായാലും പൂക്കളം വെക്കേണ്ട കാര്യങ്ങളായാലും അടുത്ത ദിവസത്തെ വിഭവസമൃദ്ധമായ സദ്യ വെക്കേണ്ട കാര്യത്തിനായാലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്ന ടൈം. പിന്നെ പുതിയ കാലത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. നാട്ടിലാരുമില്ല, യുവജനങ്ങളുമില്ല, യുവജന പ്രസ്ഥാനങ്ങളുമില്ല. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഓണം. എല്ലാവരും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുന്നു, അവരവരുടെ വീടുകളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു. പണ്ടത്തെ പോലെ ഒരു ഓളമൊന്നുമില്ല. അതിന് കാരണം നാട്ടിലാരുമില്ല, എല്ലാവരും പുറത്തേക്ക് പോയി ജോലിയൊക്കെ തേടി. പിന്നെ നമ്മുടെ ഈ കൂട്ടുകുടുംബം സിസ്റ്റം മാറി ഈ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിൽ വന്നതും ഒരു കാരണമായി തോന്നുന്നുണ്ട് എനിക്ക്. അതും ഈ ഓണാഘോഷത്തിൻ്റെ ഒരു ഓളം കുറയ്ക്കാനൊരു കാരണമായി ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം. എന്തൊക്കെ പറഞ്ഞാലും ഈ ഓണം എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും മതേതരമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. പക്ഷെ ഇന്ന് കാലത്ത് പണ്ടത്തെ പോലെയല്ല ഓണം നമ്മൾ കൊണ്ടാടുന്നത്. പണ്ടത്തെ ആ ഓളമില്ല, ഭയങ്കര ബോറിങ്ങാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ആരും ഇല്ല നമ്മുടെ നാട്ടിൽ. പിന്നെ എല്ലാവരും ഒരു ഐസൊലേറ്റഡ് സിറ്റുവേഷൻസിലൊക്കെയാണ്. പിന്നെ പണ്ടത്തെ പോലത്തെ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ അരി പോലും കിട്ടുന്നില്ല. അപ്പോൾ ഈ സദ്യയുടെ മാറ്റ് കുറയുന്നു. പിന്നെ ഈ പൂക്കളം ഇടുന്ന പൂക്കളുടെ അവസ്ഥ പറയേണ്ടതായിട്ടില്ലല്ലോ. വിഷമായിട്ടുള്ള പൂക്കളാണ് നമുക്ക് വരുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറലി ആ ഓണത്തിൻ്റെ ഒരു ഐശ്വര്യം കുറയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ നമ്മൾ രാവിലെ കുളിച്ച് തൊഴുത് രാവിലെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഈ ഓണ ദിവസം ഭയങ്കര നല്ല ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും. പഴം പുഴുങ്ങിയതും പപ്പടം പുട്ട് ദോശ ഇഡ്ഡലി. പക്ഷേ ഇന്നതൊന്നുമില്ല. ഇന്ന് ആൾക്കാർക്ക് മര്യാദയ്ക്ക് ഉച്ചഭക്ഷണം പോലും കഴിക്കാനുള്ള സമയമില്ല. പിന്നെയാണ് പ്രാതൽ. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം പറയാണ്ടിരിക്കുക നല്ലത്. എല്ലാവരും ഇപ്പോൾ ഉച്ചഭക്ഷണം ഈ കേറ്ററിങ്ങിലും മറ്റുമാണ് ഓർഡർ കൊടുക്കുന്നത്. വീട്ടിലൊന്നും വെക്കുന്നില്ല. അപ്പോൾ തന്നെ അതിൻ്റെ തനിമ പോയി. പിന്നെ പണ്ടൊക്കെ ഈ ഓണ ദിവസം തിരുവോണ ദിവസം ഉച്ച സമയമാകുമ്പോഴേക്കും ഭയങ്കര ഒരു മഞ്ഞ കളർ വെയിലുണ്ട്. ആ വെയിലെന്ന് പറഞ്ഞാൽ വലിയ ചൂട് കാണില്ല, പക്ഷേ നല്ലൊരു മഞ്ഞ കളർ, നല്ലൊരു വെളിച്ചം ഉണ്ടാവും. ആ സമയത്തൊക്കെ ഈ കുട്ടികളും എല്ലാവരും കളിക്കുകയൊക്കെ ആയിരിക്കും പുറത്ത്. പക്ഷെ ഇന്നതല്ല അവസ്ഥ. ഇന്ന് ആ ടൈമിൽ പുറത്തേക്ക് ഇറങ്ങിയ വിവരം അറിയും, കരിഞ്ഞ് ഭസ്മവും. അപ്പോൾ എല്ലാം കൊണ്ടും പ്രകൃതിയായാലും നാട്ടുകാരായാലും ആകെ മാറി. അന്നും ഇന്നും ഓണത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ
ആകെ സാമ്യമുള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതായത് പിള്ളേർക്ക് 10 ദിവസത്തെ ഓണമുറക്ക് കിട്ടും, പരീക്ഷകളും നടക്കുന്നുണ്ട്, പിന്നെ നാട്ടിൽ ചെറിയ ചെറിയ പരിപാടികളും ഈ കുമ്മാട്ടിക്കളിയും നമ്മുടെ പുലിക്കളിയൊക്കെ നടക്കും. അതൊക്കെ തന്നെയുള്ളൂ. പിന്നെ എന്താണ് നിങ്ങളുടെ ഓണ ഓർമ്മകൾ? എന്താണെന്ന് വെച്ചാലും ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ പിന്നെ ഓണം എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു പഴഞ്ചൊല്ലാണ്. 6ാം ക്ലാസ്സിലാകുമ്പോൾ സ്കൂളിൽ പഠിച്ചൊരു പഴഞ്ചൊല്ലാണ്. 1-ാം ഓണം നല്ലോണം, 2-ാം ഓണം കണ്ടോണം, 3-ാം ഓണം മുക്കിമൂളി, 4-ാം ഓണം നക്കിത്തുടച്ച്, 5-ാം ഓണം പിഞ്ചോണം. അപ്പോൾ ഇതൊക്കെയാണ് ഓണമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി എന്താ, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നല്ല ദിവസമായിട്ട്. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക തിരുവോണ ദിനാശംസകൾ.